ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് മായോ. നമുക്കാദ്യം മായോനെ പറ്റി നോക്കാം. ജോർജ് എൽട്ടൺ മായോ, അദ്ദേഹം ഹാർവർഡ് ബിസിനസ് സ്കൂളിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം കണ്ടക്ട് ചെയ്ത ഒരു ഫേമസ് എക്സ്പെരിമെൻ്റ് ആണ് ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ്. അമേരിക്കയിലെ ഹാവ്തോൺ പ്ലാന്റ് ഓഫ് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ കണ്ടക്ട് ചെയ്തൊരു ഫേമസ് എക്സ്പെരിമെൻ്റ് ആണ് ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ്സ്. ഈ കോൺട്രിബ്യൂഷൻസ് ഓഫ് മായോ ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചാണ്. ഹാവ്തോൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ്സ് വരുന്നതാണ്. ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത് 4 ഡിഫറെൻറ്റ് ഫേസസിലാണ് ഹാവ്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. അത് 4 ഫേസാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്, രണ്ടാമത്തെ റിലേ അസംബ്ലി ടെക്സ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്, മൂന്നാമത്തെ മാസീവ് ഇൻ്റർവ്യൂ പ്രോഗ്രാം എക്സ്പെരിമെൻറ്റ്, 4 ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് ലൈറ്റിങ് പ്രൊഡക്ടിവിറ്റിയിൽ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടാണ് ഈ ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ഒന്നുകൂടെ പറയാം, ലൈറ്റിങ് പ്രൊഡക്ടിവിറ്റിയിൽ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടാണ് ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് 5 ഫീമെയിൽ വർക്കേഴ്സ് ഉള്ള 2 ഗ്രൂപ്പ്സ് ഫോം ചെയ്തു. ആദ്യത്തെ ഗ്രൂപ്പിന് കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ലൈറ്റിങ് എക്സ്പോസ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ലൈറ്റിങ് എക്സ്പോസ് ചെയ്ത് കൊടുത്തു. ഈ 2 ഗ്രൂപ്പിൻ്റെ റിസൾട്ട്സ് സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് 2 ഗ്രൂപ്പിനും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ലൈറ്റിങ് കൊടുത്തിട്ടും പ്രൊഡക്ടിവിറ്റിയിൽ ഒരു ചേഞ്ചും വന്നില്ല. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലൂമിനേഷൻ ലൈറ്റിങ് പ്രൊഡക്ടിവിറ്റിയിൽ എഫക്റ്റ് ഇല്ല എന്ന് മനസ്സിലാകും. അതാണ് ഇലൂമിനേഷൻ എക്സ്പെരിമെൻറ്റ്. ഇനി രണ്ടാമത്തെ റിലേ അസംബ്ലി ടെക്സ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. അതിനായിട്ട് 2 വുമൺ വർക്കേഴ്സിനെ റാൻഡംലി ചൂസ് ചെയ്യും. അവരുടേതായ ചോയ്സിൽ 4 കോ വർക്കേഴ്സിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് റൂമിൽ പ്ലേസ് ചെയ്തു. 2 വർഷം കൊണ്ട് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഗ്രാജുവലി ചേഞ്ച് ആയി തുടങ്ങി. അപ്പോൾ മാനേജ്മെൻറ്റ് അവർക്ക് ഇൻസെൻറ്റീവ് സ്കീംസ്, ഗ്രൂപ്പ് ബോണസ് സ്കീംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർക്കിടെ ബ്രേക്കിംഗ് അവേഴ്സ് ഒക്കെ കൂട്ടി, വർക്കിംഗ് അവേഴ്സ് കുറച്ചു, നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക് റെഡ്യൂസ് ചെയ്തു, ഫ്രീ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു തുടങ്ങി. വർക്കേഴ്സ് ഡിസ്കസ് ചെയ്ത് കുറേ ചേഞ്ചസ് ഒക്കെ അവർക്ക് കൊടുത്തപ്പോൾ പ്രൊഡക്ടിവിറ്റിയിൽ 30% ഇൻക്രീസ് ഉണ്ടായി. സഡൻലി ഈ കൊടുത്ത സ്കീംസ് എല്ലാം വർക്കേഴ്സിനോട് തന്നെ കൺസൾട്ട് ചെയ്ത് വിഡ്രോ ചെയ്തപ്പോഴും പ്രൊഡക്ടിവിറ്റിയിൽ 30% ഇൻക്രീസ് ഉണ്ടായി. അതായത് പ്രൊഡക്ടിവിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടായി, പക്ഷേ അത് അട്രാക്റ്റീവ് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടില്ല. വർക്കേഴ്സിന് ഫീൽ ചെയ്തു അവർക്ക് ഈ പ്രൊഡക്ടിവിറ്റിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വർക്കേഴ്സിന് തന്നെ ഫീൽ ചെയ്തുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി കൂടിയത്. ഇതാണ് റിലേ അസംബ്ലി ടെക്സ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ മാസീവ് ഇൻ്റർവ്യൂ പ്രോഗ്രാം. മാസീവ് ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്തെന്ന് വെച്ചാൽ വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാനായിട്ടാണ് ഈ മാസീവ് ഇൻ്റർവ്യൂ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് വർക്കേഴ്സിൻ്റെയും സൂപ്പർവൈസേഴ്സിൻ്റെ ഒരു മാസീവ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ഈ ഇൻ്റർവ്യൂവിൽ അവർ കുറേ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ആബ്സെൻസ്, ബ്രേക്കിംഗ് ടൈം, ലൈറ്റിംഗ് എഫക്റ്റ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഫ്രീഡം, ഇങ്ങനെ കുറേ ടോപ്പിക്സ് അവർ ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൻ്റെ ഒക്കെ റിപ്ലൈസ് അവർ റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്തു. ഈ റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്ത റിപ്ലൈസ് ഒക്കെ അവർ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇൻഡിവിജ്വൽ വർക്കിംഗ് ബിഹേവിയർ ഗ്രൂപ്പ് ബിഹേവിയർ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നോടും പറയാം, ഈ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത റിപ്ലൈസൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെ ബിഹേവിയർ ഗ്രൂപ്പ് ബിഹേവിയർ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതാണ് മാസീവ് ഇൻ്റർവ്യൂ പ്രോഗ്രാം. ഇനി അടുത്ത നാലാമത്തെ ബാങ്ക് വയറിംഗ് ഗ്രൂപ്പ്. ബാങ്ക് വയറിംഗ് ഗ്രൂപ്പിനകത്ത് 9 വിമൺ, 3 സോൾഡർമെൻ, 2 ഇൻസ്പെക്ടേഴ്സ് ഇങ്ങനെ വെച്ചൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ഗ്രൂപ്പിൻ്റെ ബേസിസിലായിരുന്നു അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ബോണസ് കൂടുതൽ കിട്ടാനായിട്ട് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഒബ്സർവർ വിചാരിച്ചുകൊണ്ടിരുന്നത് അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബോണസ് കിട്ടുന്നു. പക്ഷേ അത് സംഭവിച്ചത് വേറെയാണ്. ഗ്രൂപ്പ് വർക്കേഴ്സിൻ്റെ ഫിക്സഡ് ടാർഗറ്റ് ഉണ്ട്. വർക്കേഴ്സ് അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാ വർക്കേഴ്സും ഗ്രൂപ്പ് പ്രഷറും കൊണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൺട്രോൾ ചെയ്തു. അപ്പോൾ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് കമ്പനി സ്റ്റാൻഡേർഡ് പറയുന്നതിനേക്കാളും കുറവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇൻഡിവിജ്വൽസ് പേടിച്ചു. ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് അവർ പേടിച്ചു. അതുതന്നെയല്ല, ഈ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അവരുടെ സ്റ്റാൻഡേർഡൊക്കെ റേസ് ചെയ്യുമെന്ന് അവർ പേടിച്ചു. ആ പേടി കൊണ്ട് കുറേ വർക്കേഴ്സ്
പ്രൊഡക്ഷൻ കുറച്ചു. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരോടെ പ്രൊഡക്ഷൻ കുറച്ചു. അതാണ് ബാങ്ക് വയറിംഗ് ഗ്രൂപ്പ്. ഇനി നമുക്ക് ഈ എക്സ്പെരിമെൻസിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച കുറേ മനസ്സിലായ കൺക്ലൂഷൻസ് ആണ് കൺക്ലൂഷൻസ് ഓഫ് ഹാവ്തോൺ സ്റ്റഡീസ്. ഓർഗനൈസേഷൻ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എംപ്ലോയിക്ക് അയാളുടെ ജോബിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എംപ്ലോയി ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് അവരുടെ പോളിസീസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ചസ് എംപ്ലോയീസിനെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ മാനേജ്മെൻറ്റ് എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത്രയാണ് കൺക്ലൂഷൻസ് ഓഫ് ഹാവ്തോൺ സ്റ്റഡീസ്. ഈ കൺക്ലൂഷൻസിൽ നിന്നും ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നൊക്കെ കുറേ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. ആ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അനലൈസ്ഡ്. സോഷ്യൽ ഫാക്ടർ എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി സെറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലാണ്. വർക്കേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് സോഷ്യൽ ഫാക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി ഗ്രൂപ്പ്, എല്ലാ വർക്കേഴ്സും ഒരു ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പോൾ ഗ്രൂപ്പിലെ ടാർഗറ്റൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഓരോ വർക്കേഴ്സും ശ്രമിക്കണം. അപ്പോൾ ഗ്രൂപ്പ് ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒരു മാനേജ്മെൻറ്റ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ബിഹേവിയർ മച്ച് ഇമ്പോർട്ടൻ്റ്. അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫാക്ടർ. ഇനി ലീഡർ എന്ന് വെച്ചാൽ ഈ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫോർമൽ ലീഡറാണ്. അതായത് വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യും. അയാൾക്ക് ഫോർമൽ ലീഡേഴ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർമൽ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർവൈസേഴ്സ് പോലത്തെ ഉള്ളവരാണ്. ആ ലീഡർ എഫിഷ്യൻ്റ് ആയിരിക്കണം, പഞ്ച്വൽ ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പോൾ അതാണ് ലീഡർ എന്ന് പറയുന്ന ഫാക്ടർ. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് വർക്കേഴ്സ് ഓരോ ചേഞ്ചസും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. മാനേജ്മെൻറ്റും തിരിച്ചും അങ്ങനെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുവാണെങ്കിൽ അതും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു നല്ല ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കാര്യത്തിൽ എംപ്ലോയീസിന് ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാവരുത്. അതിന് മാനേജ്മെൻറ്റ് അതേതായ മെഷേഴ്സ് സ്വീകരിക്കണം. അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ. ഇനി അടുത്തത് സൂപ്പർവൈസർ എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രോപ്പർ സൂപ്പർവിഷൻ വേണം. അതായത് സൂപ്പർവൈസർ നല്ല പഞ്ചിലായിരിക്കണം. അയാൾക്ക് നല്ല സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം. അത് തന്നെ അയാളൊരു ഡെമോക്രാറ്റിക് പേഴ്സണും ആയിരിക്കണം. അപ്പോൾ സൂപ്പർവൈസറിനെ ചൂസ് ചെയ്യുമ്പോൾ അയാൾ ഒരു നല്ല സ്കിൽഡ് പേഴ്സണെ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇത്രയുമാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് മായോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഞാൻ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.